ഷബീർ അഹമ്മദ് ഉണ്ട്, വാർത്താഭാരതി പത്രത്തിലെ മാധ്യമപ്രവർത്തകനോടൊപ്പം. ഷബീർ അഹമ്മദ്, ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാല് ഇത് സംഭവിച്ച ഞായറാഴ്ച ഉണ്ടായാലും ഇത് ആദ്യം തന്നെ നാട്ടുകാർ മൊത്തം ഐ വിറ്റ്നസ് പറഞ്ഞത് ഇത് അടിച്ചു കൊന്നതാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇത് ആൾക്കാർ തച്ച് കൊന്നത് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ന്യൂസ് ചെയ്യുമ്പോൾ കമ്മീഷണർ അങ്ങനെയല്ല, അങ്ങനത്തെ റൂമർ പ്രചരിക്കണ്ട, ഇത് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല പറഞ്ഞ ആദ്യം കമ്മീഷണർ അങ്ങനെ പറഞ്ഞ്. അതിനുശേഷം അങ്ങനെ തന്നെ ഞായറാഴ്ച പോയി തിങ്കളാഴ്ച വന്ന് തിങ്കളാഴ്ച രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ആദ്യം ആൾക്കാർ ചോദിച്ചിട്ട് ഐ വിറ്റ്നസ് ആൾക്കാരെന്ന് പറയുന്നുണ്ട്. പോലീസ് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ തരുന്നില്ല. അതായത് കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ആൾക്കാർ പോയി ചോദിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മോബ് ലിഞ്ചിങ് ആണ് പറഞ്ഞിട്ട്. അതിന് ഏത് ടീമുകാർ ചെയ്തതിന് ആര് ചെയ്തെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, അതിനെ പോലീസ് പറയുന്നില്ല. പിന്നെ രാത്രി പോലീസ് ആദ്യം കമ്മീഷണർ വിളിച്ചു പറഞ്ഞ് എന്ന് പറഞ്ഞാല് കമ്മീഷണർ അത് ഡിസ്ട്രിക്ട് ഇത് ബോഡിക്ക് എന്ത് കേട് വന്നിട്ടില്ല, എന്ത് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു. അതിൽ പിന്നെ ശേഷം നിങ്ങൾ ബോഡി പോയിട്ട് കണ്ടിട്ട് നോക്കി പറയാന്ന് പറഞ്ഞ്. പിന്നെ നാട്ടിന്റെ പൊതുപ്രവർത്തകരെല്ലാം പോയിട്ട് ബോഡി കണ്ടിട്ട് ശേഷം ബോഡിയിൽ ആകെമാന വെട്ടുകൾ കുറെ ഇതുണ്ട്, ഡാമേജസ് എല്ലാം ഉണ്ട്. അത് നോക്കിത്താകുമ്പോ കമ്മീഷണർ ഇത് മനസ്സിലായി ഇതാന്നില്ല പറഞ്ഞത്. അപ്പോൾ തന്നെ രാത്രി 11 മണിക്ക് ഞങ്ങൾക്ക് വിഷയം കിട്ടി 6 പേരെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ രാവിലെ 11 മണിക്ക് പ്രസ് മീറ്റ് വെച്ച് ഞങ്ങൾ 15 പേരെ അറസ്റ്റ് ചെയ്തിനി ഇത് മോബ് ലിഞ്ചിങ് ആണ് പറഞ്ഞിട്ട്. അതിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞ ഇത് അൺനോൺ പേഴ്സൺ ആണ് പറഞ്ഞത്. അപ്പോഴെ തന്നെ പറഞ്ഞത് കമ്മീഷണർ കേരളക്കാർ, ഇന്നലെ രാവിലെ പറഞ്ഞത് ഇത് കേരളത്തിൽ നിവാസിയാണ് പറഞ്ഞത് കമ്മീഷണർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി. ആയെങ്കിലും അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വീട്ടുകാർക്ക് ഡയറക്റ്റ് കോൾ ചെയ്തത് മംഗലാപുരം പോലീസുകാരാണ്. അപ്പൊ ആദ്യം തന്നെ ഇവർക്കെല്ലാം അറിഞ്ഞിട്ടും ഇതിനെല്ലാം അത് മൂടിവെക്കാനുള്ള ഒരു പ്രയത്നം അവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രഷർ മീഡിയ പിന്നെ പൊതുപ്രവർത്തകരുടെ പ്രഷർ ചെയ്ത് കൊണ്ടിട്ടായി മാത്രം ഈ പുറത്തു വന്നത്. ഇതിന്റെ ബാക്കിൽ ഇപ്പോൾ തന്നെ BJP കോർപ്പറേഷന്റെ ഭർത്താവ് ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് മെയിൻ അക്യൂസ്ഡ് ആണ് ഇതിന് ബാക്കിലുള്ളത്. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇന്നാളെ രാത്രി പിന്നെ ഇന്ന് 5 പേരെ അറസ്റ്റ് ആക്കി, ഒട്ട് 20 പേരെ അറസ്റ്റ് ചെയ്ത് 20 പേര് അറസ്റ്റ് ചെയ്ത് ഇന്നാളെ രാത്രി അവർ ബ്രദർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ബോഡി കൊണ്ടുപോയി. ഓക്കെ താങ്ക് യു ഷബീർ പ്രതികരിച്ചതിന്. ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ അടിച്ച് കൊന്ന ഷബീറിൻ്റെ മൃതദേഹം മലപ്പുറത്തെ സ്വദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഷബീറിൻ്റെ അമ്മ മൃതദേഹം കാണുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, നാട്ടുകാർ അവസാനമായി ഷബീറിൻ്റെ മൃതദേഹം കാണുകയാണ്. ആംബുലൻസിൽ തന്നെയാണ് പൊതുദർശനത്തിലുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മംഗലാപുരത്ത് ക്രിക്കറ്റ് കളി നടക്കുന്ന സ്ഥലത്ത് കാണാനെത്തിയ ഷബീറിനെ സംഘപരിവാർ പ്രവർത്തകർ കൂട്ടം ചേർന്ന് പാകിസ്ഥാൻ അനുകൂലിയെന്ന് മുദ്രകുത്തി അടിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഷംസീർ, ഈ പൊതുദർശനത്തിലുള്ള സമയം കഴിഞ്ഞോ? പള്ളിയിലേക്ക് കൊണ്ടുപോയോ? നിഷാദ്, പൊതുദർശനം കഴിഞ്ഞു. നേരത്തെ അഷ്റഫ് താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അഷ്റഫ് താമസിച്ചിരുന്ന വീട് വർഷങ്ങൾക്ക് മുൻപ് ജപ്തിയായതാണ്. അതുകൊണ്ട് തന്നെ ആ വീടിനോട് തൊട്ടടുത്ത് ആംബുലൻസ് നിർത്തുകയും ആംബുലൻസിൽ വെച്ച് തന്നെയാണ് പ്രദേശവാസികൾക്കും ബന്ധുക്കൾക്കും മൃതദേഹം കാണാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിയത്. വയനാട് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ അഷ്റഫിൻ്റെ കുടുംബമുള്ളത്. അഷ്റഫിൻ്റെ കുടുംബം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ ഈ ചോലക്കുണ്ടിലെ വീട്ടിലേക്ക്, പറപ്പൂർ ചോലക്കുണ്ടിലെ അവർ നേരത്തെ താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് എത്തിയിരുന്നു. ആംബുലൻസിൽ വെച്ചാണ് അവരെല്ലാം അവസാനമായി ഒരു നോക്ക് അഷ്റഫിനെ കണ്ടത്. ഇപ്പോൾ പൊതുദർശനം പൂർത്തിയായി മൃതദേഹം ചോലക്കുണ്ട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മയ്യത്ത് നമസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും.